ഹായ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് റൂട്ട് ടച്ച് വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഹെയർ കേൾസ് ഉള്ള ഹെയർ ആണ്. അപ്പം കേൾസ് ഉള്ള ഹെയർ ഒരുപാട് ലെങ്തും ഇല്ല, നല്ല ഒത്തിരി തിക്നെസ്സും ഇല്ല. അത് ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് ലെങ്ത് കുറച്ചിട്ടില്ല. രണ്ടാമത്തെ ഹെയർ 1 വർഷത്തോളമായി പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്താണ് ഇപ്പോൾ കുട്ടി റൂട്ട് ടച്ചും കെരാറ്റിനും കൂടെ അടിച്ച് ചെയ്തിരിക്കുന്നത്. കാരണം 1 വർഷത്തെ ക്യാപ്പൊക്കെ ഇട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ 6 മാസമാണെങ്കിൽ പിന്നെ ഡ്രൈനെസ് ഒന്നും ഇല്ലാത്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് ടച്ച് മാത്രമായാലും മതി. അല്ല നല്ല ഡ്രൈനെസ്സും ഒക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ കെരാറ്റിനും കൂടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹെയറിന് ഫസ്റ്റ് ടൈം നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് നല്ല ഡ്രൈനെസ് ഉള്ള ഹെയർ ആയിരുന്നു. ഇപ്പോൾ ഇത് ചെയ്തത് പിന്നെ ഒരു കുഴപ്പമില്ല, ഹെയർ ഡ്രൈനെസ്സും ഇല്ല, നല്ല ഭംഗിക്ക് തന്നെ കിടക്കുമായിരുന്നു. അതുപോലെ നല്ല ലെങ്തും വെച്ചിട്ടുണ്ടായിരുന്നു ഹെയറിന്. മൂന്നാമത്തെ ഹെയർ കേൾസ് ഉള്ള ഹെയറാണ്. അതും ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ലെങ്ത് കുറച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പം എപ്പോഴും അതിൽ ലെങ്ത് ഒന്ന് കുറച്ച് ഷോർട്ടാക്കിയിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. കാരണം നമ്മൾ ലെങ്ത് കുറയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ റൂട്ട് ടച്ച് ചെയ്യാൻ വരുന്ന സമയത്തേക്ക് നന്നായിട്ട് ലെങ്ത് വെക്കുകയും ചെയ്യും, തിന്നായി പോവും താഴോട്ടുള്ള ഹെയർ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒന്ന് ഷോർട്ടാക്കിയിട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഞാൻ മമ്മിയൂർ ജംഗ്ഷനിൽ നിന്ന് മാറി ഇപ്പോൾ നേരത്തെ നമ്മുടെ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്ക് മമ്മിയൂർ ജംഗ്ഷനിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാറി ഞാൻ ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലാണ്, അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലായിട്ടാണ് വരുന്നത്. ട്രാൻസ്പോർട്ടിന് വന്നാലും പ്രൈവറ്റിന് വന്നാലും പെട്ടെന്നാണ്. ഇനി മമ്മിയൂർ ജംഗ്ഷൻ വരെ വരണ്ട. അപ്പോൾ വരുന്നവർ ലൊക്കേഷൻ ഞാൻ ഇട്ട് തരാം, എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇതാണ് ആദ്യത്തെ ഹെയർ, കേൾസ് ഉള്ള ഹെയറാണ്. അപ്പോൾ ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് അടയ്ക്കുകയും വേണം, കെട്ടിയും വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഡ്രൈനെസ് ഇല്ല, എന്നാലും ചെറുതായിട്ട് ഒരു ഡ്രൈനെസ് ഉള്ള ഹെയറാണിത്. ഫ്രിസിയാണ് ഇത്. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഹെയറാണ്, നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ കൂടുതൽ വോളിയം തോന്നിക്കുകയും ചെയ്യും, ലെങ്തും കൂടുതൽ തോന്നിക്കും. അപ്പോൾ ഇത് 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യാം. കാരണം നല്ല ഒത്തിരി ഡ്രൈനെസ് ഇല്ലാത്തത് കൊണ്ട് റൂട്ട് ടച്ച് മാത്രമായാലും കുഴപ്പമില്ല. 1 വർഷം ആവുകയാണെങ്കിൽ കെരാറ്റിനും കൂടെ ചെയ്യണം. ഇത് രണ്ടാമത്തെ ഹെയർ 1 വർഷമായതാണ്, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത്. അതിന് നല്ല ഡ്രൈനെസ്സും സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്ന നല്ല കേൾസും ഉള്ള ഹെയറാണ്. ഇപ്പോൾ അത്രയും കേൾസ് ഇല്ലാതായി ഹെയർ കിളിർത്ത് വരുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പം നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ആ ലെങ്ത് കളയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ലെങ്ത് കളയാതാണ് ചെയ്തിരിക്കുന്നത്. ഇത് 1 വർഷം ആയതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിതിനെ കെരാറ്റിനും കൂടെ ചെയ്തത്. അത് തന്നെയല്ല, ഇത് ഫസ്റ്റ് ടൈം വരുമ്പോൾ നല്ല ഡ്രൈനെസ് ഉള്ള ഹെയർ ആയിരുന്നു, അതുകൊണ്ട് ഇതിന് കെരാറ്റിൻ അത്യാവശ്യമായിരുന്നു. ഇത് മൂന്നാമത്തെ ഹെയർ ഫ്രിസിയാണ്, ഹെയർ ഡ്രൈനെസ്സും ഉണ്ട്. അപ്പം നല്ല കേൾസുള്ള ഹെയറാണ്. നന്നായിട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം നന്നായിട്ട് നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ഹെയർ പെട്ടെന്ന് ഡ്രൈനെസ് ആയിപ്പോൾ. അതുകൊണ്ട് ആഴ്ച ഒരു ദിവസം സ്കാൽപ്പിൽ മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്യാവൂ. എന്നിട്ട് നന്നായിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ ഷാമ്പു വാഷ് ചെയ്യുകയും വേണം. ഹെയറിലോട്ട് ഓയിൽ അപ്ലൈ ചെയ്യരുത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഹെയറാണ്, നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഇനി ഇത് അഴിച്ചിട്ടുകൊണ്ട് അടയ്ക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. അപ്പം കുറച്ച് ഡ്രൈനെസ് ഉള്ള കുറച്ച് ഹെയർ ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത്. അപ്പോൾ അങ്ങനെ ഇത്രയെങ്കിലും ഷോർട്ടാക്കിയെങ്കിൽ കിളിർത്ത് വരുമ്പോൾ നല്ല തിക്കായിട്ട് വരത്തുള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂടിലാണ് ചൊവ്വ മുതൽ ശനി വരെ, ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. അത് ഞാൻ അവിടെ എത്തുന്നത് ഞായറും തിങ്കളും ബുക്കിംഗ് അനുസരിച്ച്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.